മാന്യപ്രേക്ഷകർക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിലേക്ക് ഹാർദവമായ സ്വാഗതം. സൈക്കി എഫക്ട്സ് ദ ബോഡി എന്ന് ആളുകൾ പറയാറുണ്ട്. അതായത് മനസ്സ് ശരീരത്തിൽ പ്രഭാവമുണ്ടാക്കുന്നു എന്നർത്ഥം. മനുഷ്യ മനസ്സുകളുടെ ചിന്തകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം. എന്തൊക്കെ രോഗങ്ങളാണ് മനുഷ്യ മനസ്സുകളുടെ ചിന്തകളിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നമ്മെ നയിക്കാനെത്തിയിരിക്കുന്നത് കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ഷീബ സിസ്റ്ററാണ്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്ട്രെസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതിൽ മെയിനായിട്ട് കണ്ടത് സ്ട്രെസ് എന്താണ്, പിന്നെയാണെങ്കിൽ സ്ട്രെസ്സ് ഈ രോഗം ആയിട്ട് ചികിത്സിക്കുമ്പോൾ ആ മരുന്നിലൂടെ അതിന് മാറ്റം ഉണ്ടാവുമോ, അതിൽ എത്രത്തോളം അതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള പരിഹാരം എന്താണ് എന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ കണ്ടു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് മാനസിക രോഗമായിട്ടാണ് നമ്മൾ സ്ട്രെസ്സിനെ കാണുന്നത്, ശരീരത്തിനേക്കാൾ ഉപരി. പക്ഷേ അത് ശരീരത്തെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മാനസികമായിരിക്കുന്ന ഇത്തരം ചിന്തകളിലൂടെ ശരീരത്തിലുണ്ടാവുന്ന പ്രഭാവം അല്ലെങ്കിൽ രോഗങ്ങൾ? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച്. തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമേ പറയുകയാണ്, ഒരുപക്ഷെ പല ഡോക്ടർമാരായിട്ട് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരുപാട് ഇതിനേക്കാൾ നല്ല അറിവുള്ള പലരും ഉണ്ടായിരിക്കാം. എന്നാലും എൻ്റെ പരിമിതമായിരിക്കുന്ന അറിവിൻ്റെ, അതായത് നമ്മളിപ്പോൾ മെഡിസിൻ പഠിച്ച ഒരാൾക്ക് പറയുന്ന പോലെ എനിക്ക് പറയാൻ ഒരിക്കലും ആവില്ല. എന്നിരുന്നാലും നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും ആയിരക്കണക്കിന് ആളുകളുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയും അവരുടെ കാര്യങ്ങൾക്ക് നമ്മളാവുന്ന ചെറിയ ഹെൽപ്പ് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും അനുഭവിക്കുന്ന അവസ്ഥകളും അത് നമ്മൾ പറയുന്ന സൊല്യൂഷൻസിലൂടെ അവർക്കുണ്ടായതായിട്ടുള്ള മാറ്റങ്ങളുടെയും ഒക്കെ ആധാരത്തിൽ നമുക്കുള്ള അറിവിൻ്റെ കൊച്ചു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊരു ഡോക്ടറാണോ ഇതൊക്കെ പറയാൻ എന്ന് പലരും ചോദിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഉത്തരം പറയാം. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, ഞാനൊരു ആത്മീയമായിട്ടുള്ള സേവാധാരി മാത്രമാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഈ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ ഒരുപാട് ഡോക്ടേഴ്സിന് പോലും സാധിക്കാത്ത കാര്യങ്ങൾ സിസ്റ്റർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ തീർച്ചയായും പറഞ്ഞു തരാൻ നമുക്ക് ഏറ്റവും യോഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. താങ്ക് യു. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് മനുഷ്യന്മാരുടെ തലവേദന. കാരണം പലപ്പോഴും തലവേദനയുമായിട്ട് വരുന്ന ആളുകൾക്ക് ഡോക്ടർമാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത്. തലവേദനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മെഡിസിൻ കഴിച്ച് നമുക്ക് പെയിൻ കില്ലർ കഴിച്ചിട്ട് തലവേദന ഇല്ലാതാക്കാം. പക്ഷേ ആ തലവേദന തുടർന്ന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാവും നമ്മുടെ മനസ്സിലേക്ക് വല്ലതും കടന്നു പോകുമ്പോഴാണ്. ഞങ്ങൾ സാധാരണ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, തലവേദനയെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്ത് വൈറസാണ് പോയത്? അപ്പോൾ ആ ഒരു സംസാരത്തിലൂടെ അവരുടെ മനസ്സിൻ്റെ ഭാരം, അല്ലെങ്കിൽ അവരൊരു പക്ഷേ മകനായിട്ടുണ്ടെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രശ്നം, ഇൻലോസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലൊരു സംഘർഷം, ഒരു പൊട്ടിത്തെറി കലിയുകയാണല്ലോ. ഏത് വീട്ടിലാണ് ഉണ്ടാവാത്ത ഒരസലും പൊട്ടിത്തെറിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരവസ്ഥ കടന്നു പോകുമ്പോൾ അതൊന്നും ഒരാളോടും പറയാനൊട്ട് പറ്റൂല. കുറച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളും അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന കാര്യം മറ്റൊരാളുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കില്ല. എന്നാലോ മനസ്സിനുള്ളത് കിടന്നിങ്ങനെ അലയടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിനുള്ളിൽ നിരന്തരമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ അത് തലവേദനയുടെ രൂപത്തിൽ പുറത്തു വരാറുണ്ട്. ചിലർക്ക് തലവേദനയായിരിക്കും, ചിലർക്ക് വയറ്റിൽ ഗ്യാസ്ട്രിക് ആയിരിക്കും. കാരണം നമ്മൾ ഓരോ ജീവാത്മാക്കളും ഈ ദേഹത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ശരീരം ആത്മാവിൻ്റെ ഗുണങ്ങളാൽ അഥവാ നമ്മുടെ മുജ്ജന്മഗത കർമ്മങ്ങളുടെ ബന്ധനത്തിലാൽ മാതാപിതാക്കൾ നമുക്ക് പകർന്നു കിട്ടിയതായിട്ടുള്ള ജന്മ അഥവാ ജനിതക ഘടകങ്ങളുടെ ആധാരത്തിലാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല ഘടകങ്ങൾ കൊണ്ടാണല്ലോ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവന്നതായിരിക്കുന്ന പോസിറ്റീവ് ഓർ നെഗറ്റീവ് എനർജിയുടെ അഥവാ അക്കൗണ്ട്സിൻ്റെ ആധാരത്തിൽ ഇന്ന് ഈ ശരീരത്തിലെ എല്ലാ സിസ്റ്റം ഒരുപോലെ ഹെൽത്തി ആയിട്ട് ഒരു മനുഷ്യന്മാരെ നമ്മൾ കാണാറില്ല. ചിലർക്ക് വയറിനായിരിക്കും പ്രശ്നം, ചിലർക്ക് ശ്വാസകോശത്തിനായിരിക്കും പ്രശ്നം, ചിലർക്ക് ഹാർട്ടിനായിരിക്കാം, ചിലർക്ക് പെട്ടെന്ന് തലയിൽ കഫക്കെട്ട്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് കിഡ്നി സംബന്ധമായിട്ടായിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഓരോ സിസ്റ്റങ്ങളാണ് കുറച്ച് വീക്കായിട്ടുണ്ടാവുക. എല്ലാം ഒരുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടൊരു ഭാഗം കുറച്ച് വീക്ക് മീൻസ് നമ്മുടെ ഈ ബോഡി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ഓരോ വാല്യൂസായിട്ട് റിലേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ അതനുസരിച്ച് ഓരോ ഭാഗങ്ങൾ വീക്കായിരിക്കും.
അപ്പോൾ എനിക്ക് അഥവാ എൻ്റെ ശ്വസനേന്ദ്രിയ വ്യൂഹമാണ് വീക്കെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രഭാവം ഉണ്ടാവുന്നത് എൻ്റെ ലങ്സിലായിരിക്കും. അവർക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടാവും, അല്ലെങ്കിൽ എന്നും ഈ ടെൻഷൻ അനുഭവിക്കുന്ന പല ആളുകളും വന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഭയങ്കര കഫക്കെട്ടിൻ്റെ പ്രശ്നമാണ് സിസ്റ്ററെ, അതാണ് ഇതാണ്. അത് ആ കാര്യങ്ങൾ അവരുടെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അവരുടെ ആ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ അറിയേണ്ട ഒരു സമയം വരുമ്പോൾ അവർ ഹൈ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര കഫക്കെട്ടും ചുമയും പ്രശ്നമാണെന്ന് പറയും. ചില കുട്ടികൾ പരീക്ഷയാവുന്ന സമയത്ത് കാണാം, ചില മാതാപിതാക്കൾക്ക് മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കാണാറുണ്ട്. ചിലർക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലിക്കൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഇൻലോസ് ആയിട്ട് വരുമ്പോൾ നാട്ടിൽ വന്നവർക്ക് ഭയങ്കര പ്രശ്നം, അവിടെ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. റീസൺ എന്താണ്? അവിടെ നമ്മളെല്ലാവരും കൂടി ചേരുമ്പോണ്ടാവുന്ന മാനസികമായിട്ടുള്ള സംഘർഷം കൊണ്ട് അത് എഫക്റ്റ് ചെയ്യുന്നവരുടെ ലങ്സിനെയാണ്. ചിലർക്ക് അവരുടെ ഡൈജഷൻ സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യൂഹത്തിനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഗ്യാസ്ട്രിക്. ഇന്ന് നോക്കിയാൽ ഈ ഗ്യാസ്ട്രിക് എന്ന് പറയുന്നത് ഒരു നോർമലായിട്ട് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ആഹാരം കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് വന്നു, അല്ലെങ്കിൽ ആഹാരം കഴിച്ചു ദഹിച്ചില്ല, ഇങ്ങനെ വയറിൻ്റെ അസുഖം ഇന്നൊരു ഒരുപാട് പേർക്ക് നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ തന്നെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് സന്തോഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പതുക്കെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ്സുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആണ് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദഹനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ പ്രവർത്തനം കുറയും. നല്ല ഹാപ്പി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നാൾ തുടർച്ചയായിട്ട് നമ്മൾ മാനസിക സംഘർഷത്തിന് അടിമയാവുന്നുണ്ടെങ്കിൽ ചിലരുടെ ഡൈജഷൻ സിസ്റ്റം കുറച്ച് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അവർക്കാണ് ഈ ഗ്യാസ്ട്രിക് ആവുന്നു, പിന്നെ പെപ്റ്റിക് അൾസർ ആവുന്നു. ഈ ലോകത്ത് പലരും വിചാരിക്കുന്നുണ്ട് നല്ലൊരു എക്സിക്യൂട്ടീവ് ആവണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഹൈ ലെവൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെപ്റ്റിക് അൾസർ അവർക്ക് കൂടെ ഉണ്ടാവുമെന്ന്. കാരണം സ്ട്രെസ്സ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നാണല്ലോ മനുഷ്യന്മാരെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു സാധനമാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്. ആക്ച്വൽ അങ്ങനെയല്ല. കാരണം ഒരു കുഴപ്പമില്ലാതെ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്, സക്സസ് ആവുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ്, അവരവരുടെ ലൈഫിനെ കുറിച്ച് പ്ലാൻഡ് ആയിരിക്കും. കഴിഞ്ഞതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെയും വരാൻ പോകുന്നതിനെക്കുറിച്ച് വറീഡ് ആവാതിരിക്കത്തക്ക രീതിയിൽ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് അവർ സ്വന്തമാക്കിയിട്ടുണ്ടാവും. അവനവൻ്റെതായിട്ടുള്ള ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ ജീവിക്കുന്ന പലരും ഒരു അസുഖങ്ങളും ഇല്ലാതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നവരെയും കാണാം. അപ്പം അതുകൊണ്ട് സ്വന്തം ലൈഫിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പലർക്കും ഉണ്ടാവുന്നത്, ചിലർക്ക് നെഞ്ചുവേദന വരും, ചിലർക്ക് അവരുടെ മസിൽസൊക്കെ വരിഞ്ഞു മുറുകുന്ന പെയിനായിരിക്കും. ഞാൻ പല വീട്ടമ്മമാർക്കും ഇത് കാണാറുണ്ട്. അവർക്ക് അവരുടെ കാലിൻ്റെ മസിൽ പെയിൻ ആയിരിക്കും, ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ വരിഞ്ഞു മുറുകുന്ന വേദനയായിരിക്കും. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാണുന്നില്ല. എന്നാൽ പണിയെടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വീട്ടുകാർ പറയും ഇതൊക്കെ നിൻ്റെ കള്ളരോഗമല്ലേ, ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന്. പക്ഷേ വാസ്തവത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. അതാണ് സത്യം. കാരണം എൻ്റെ മനസ്സിൻ്റെ വരിഞ്ഞു മുറുകൽ എൻ്റെ ശരീരത്തിലെ പേശികളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവരനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്, അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണെന്ന് അവർ അറിയുന്നില്ല. ശാരീരികമായിട്ടുള്ള പേശികളുടെ വരിഞ്ഞു മുറുകലും മസിൽ പെയിനും ഒക്കെ അനുഭവിക്കുന്നുമുണ്ട്. മറുഭാഗത്ത് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കുഴപ്പമില്ല, സാരമില്ല, ഇത് കഴിച്ചാൽ എന്ന് പറഞ്ഞ് വിടുമ്പോൾ വീട്ടിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ വെറുതെ അസുഖം പറയുന്ന ഒരാളാവുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു മെൻ്റൽ പ്രഷർ അവർക്ക് കൂടുകയാണ്. ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഒരു രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടെ അവർക്ക് കുറച്ചും കൂടെ സിസ്റ്റം ഓരോന്നായിട്ട് പതുക്കെ 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 അവരുടെ ശരീരം രോഗീ അവസ്ഥയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബി പി, ഇന്ന് എല്ലാവരും ചോദിച്ചു നോക്കിയാൽ ബി പി ഒക്കെ ഒരു 35 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞിട്ട് ബി പി നോക്കുമ്പോൾ കുറച്ചുകൂടെ ബി പിയുടെ മരുന്ന് കഴിക്കുന്നില്ലേ എന്നാൽ തുടങ്ങിക്കോളൂ എന്ന് ഡോക്ടർമാർ പറയുന്നൊരവസ്ഥയായി. അപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്, അത് ചിലർക്ക് ലോ ബി പി, ചിലർക്ക് ഹൈ ബി പി ആവുന്നു. പിന്നെ ഷുഗറും നമുക്കറിയാം. നമ്മൾ ഷുഗറുള്ളൊരു വീട്ടിലാണെങ്കിൽ അവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരസലുണ്ടായാൽ, മനസ്സിൽ സുഖമില്ലാത്ത സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ പിറ്റേ ദിവസം ഈ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളെ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഹൈ ആയിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സ് അവരുടെ സിസ്റ്റത്തിനെ ബാധിച്ചിരിക്കുന്നു, പാൻക്രിയാസിനെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇൻസുലിൻ്റെ പ്രോപ്പറായിരിക്കുന്ന പ്രൊഡക്ഷൻ ഇല്ലാതായി പിറ്റേ ദിവസം കൂടിയിട്ടുണ്ടാവും. പലപ്പോഴും ഈ ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിറ്റേ ദിവസം നാളെ നോക്കണ്ട, അന്ന് ഷുഗർ കൂടുതലായിരിക്കും. പലരും പറയുന്നത് കേൾക്കാറുണ്ട് നമ്മളല്ലേ. ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഇന്ന് ഷുഗറും പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഡയറക്റ്റ് അവരെ മാനിക്കുന്നുണ്ട്. എൻ്റെ ഷുഗറിൻ്റെ കാരണം എന്താണ്, എൻ്റെ മനസ്സിന് അനുഭവിക്കുന്ന
ഇപ്പോൾ ചില ആളുകൾക്ക് ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു ചെറു പെട്ടെന്നൊരു കാര്യം ഓർമ്മ, ചില ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, ശാരീരികമായിട്ട് ചെയ്യേണ്ടി വരുമ്പോഴും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് BP. പക്ഷെ അതും ചിലപ്പോൾ ഒരുപക്ഷെ ആ മാനസികമായിട്ടുള്ള അത് എനിക്ക് എന്നുള്ള മാനസികമായിരിക്കുന്ന ചിന്ത കൊണ്ട് തന്നെയായിരിക്കാം ആ സമയത്തും അവർക്ക് BP അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടകം അതാവാം. പക്ഷേ അത് മാത്രമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാർ ഓടിക്കാന്ന് വിചാരിക്കൂ. കാർ ഓടിക്കുന്നത് ആ കാറിന് ഇത്ര സ്പീഡ് അല്ലെങ്കിൽ ഇത്ര ദൂരം വരെയൊക്കെ ഓടുക എന്നൊക്കെ ഒരു ലിമിറ്റ് ഏതൊരു മെഷീനറിക്കും ഉണ്ടായിരിക്കും. അതും വിട്ട് അതും കഴിഞ്ഞ് കാർ ഓടിച്ചാലോ അത് എഞ്ചിൻ ചൂടാവും, ചിലപ്പോൾ റേഡിയേറ്ററിലെ വെള്ളം തീരും, പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? അത് എഞ്ചിൻ ഹൈ ഹീറ്റായെന്ന് കണ്ടു കഴിഞ്ഞാൽ കാറിന് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എഞ്ചിൻ തണുപ്പിക്കാനുള്ളതായിട്ടുള്ള സംവിധാനം കൊടുത്തു, അതിന് കൂളൻ്റ് കൊടുക്കണോ എന്താ കൊടുക്കണമൊക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞാൽ കാർ കൊടുത്ത് നമുക്ക് പിന്നെയും പോവാം. അപ്പോൾ ആ കുറച്ച് സമയത്ത് റെസ്റ്റ് കൊണ്ട് ആ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി നോർമൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. അത് ഓവറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് അത് ചൂടായി നമ്മൾ തണുക്കാൻ വിടുന്നു. അതേപോലെ പലർക്കും ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് അങ്ങനെ BP കൂടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ മെഡിസിൻ കഴിക്കാൻ പോകേണ്ട കാര്യം ഉണ്ടാവില്ല. അവർക്ക് അതിന് പ്രോപ്പറായി റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അതേസമയം അത് അവരെ മാനസികമായിട്ട് കൂടി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രോപ്പർ റെസ്റ്റ് കഴിഞ്ഞാലും അവരുടെ BP കുറയാതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും നിർബന്ധമായിട്ട് മെഡിസിൻ കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ ആ വർക്ക് കടന്നു പോയ ദിവസങ്ങളാണോ അതോ ആ സമയത്ത് അവർ അനുഭവിച്ച മാനസികാവസ്ഥയാണോ പ്രഷർ ഉണ്ടാക്കിയത്? തീർച്ചയായും മാനസികാവസ്ഥയാണ്. ഇപ്പം മാനസികാവസ്ഥ നമ്മൾ ഇപ്പം സിസ്റ്റർ പറഞ്ഞനുസരിച്ച് എല്ലാത്തിൻ്റെയും ബേസ് മാനസികമായിരിക്കുന്ന ചിന്തകൾ തന്നെയാണ്. ആളുകൾ പറയുന്നത് പോലെ തന്നെ സൈക്കി എഫക്ട്സ് ദ ബോഡി, അതായത് നമ്മുടെ ശരീരത്തിന് തീർച്ചയായും മനസ്സ് സ്വാധീനിക്കുന്നുണ്ട്. സ്കിൻ റേഷസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും സ്കിന്നിന് വിള്ളൽ വരിക. ഞാനൊരു എക്സ്ട്രീം കേസ് കണ്ടത് ഓർമ്മിക്കും. അവരുടെ ശരീരത്തിന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു ആ കുട്ടി കടന്നു പോയത്. ഒരു 10-32 വയസ്സുള്ള ഒരു യുവതിയാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അന്ന്, ഞാൻ ഓർക്കുന്നത്. ആ കുട്ടിക്ക് ഒരു മണിക്കൂർ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ശരീരത്തിന്റെ സ്കിന്നെല്ലാം വിണ്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ കിടന്ന ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഉറുമ്പ് വന്ന് പുതിയാൻ തുടങ്ങും, അവിടുന്ന് ചാടി എണീക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർമ്മിക്കും. നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. ഒരു 1.5 മാസം സമയം എടുത്തിട്ടുണ്ട് ആ കുട്ടി ഒന്ന് കുറച്ചൊരു ലെവലിലേക്ക് വരാൻ. ആ ഒരു അവസ്ഥ 1.5 മാസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ അത്ര കാലം മെഡിസിൻ ഇല്ലാണ്ടൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ, മെഡിസിൻ ആ കുട്ടി കഴിക്കുന്നുണ്ടായി. പക്ഷേ ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ തന്നെ ഡോക്ടറാണ്. എന്നിട്ട് എത്ര മെഡിസിൻ കൊടുത്തിട്ടും ഇത് നിനക്ക് മാറില്ല, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല എന്നാണ് അവർ പറഞ്ഞ അവസാനം. പക്ഷേ ഈ മെഡിറ്റേഷൻ ചെയ്ത് നമ്മളൊന്ന് ഡെയിലി ആ കുട്ടിയെ കുറച്ച് സമയം കൊടുക്കുമായിരുന്നു. ഒരു കൗൺസിലിംഗ്, ഒരു സ്നേഹത്തോടുള്ള സംസാരം, അവരുടെ ഫീലിങ്സ്, അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരാൾ, ആ നിലയ്ക്കൊക്കെ ഒരു 1.5 മാസം കടന്നു പോയപ്പോൾ അവളുടെ ശരീരത്തിലെ എല്ലാ മുറിവുകളും ഉണങ്ങി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ ഈ കൈ ഇവിടം വരെയൊക്കെയുള്ള ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇടും, കയ്യിൽ ഗ്ലൗസ് ഇടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പാടത്ത് കട്ട വിളുത പോലെ കണ്ടിട്ടില്ലേ വേനൽക്കാലത്ത്, അതുപോലെയാണ് ശരീരത്തിൽ മുഴുവൻ ഡിസൈൻസ് ആയിരുന്നത്. അപ്പോൾ കണ്ടാൽ ഒരു പാമ്പ് പോലെ തോന്നും കയ്യൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലൗസും ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരുന്നത്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ കളറുകളടക്കം ആ ദേഹത്തുനിന്ന് മാഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് കൊണ്ട് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ലെവലിൽ സ്കിൻ റാഷസ് വരെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കിന്നിനൊക്കെ പ്രോബ്ലം വരുമ്പോൾ, അലർജി വരുമ്പോൾ നമ്മൾ സ്കിൻ ഡോക്ടറെ അടുത്ത് പോകുന്നു, സ്കിന്നിന് അലർജി വന്നു, അതിന് മെഡിസിൻ കഴിക്കും. അത് കഴിഞ്ഞാൽ വേറൊരു അസുഖമാണെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കും. ആ അസുഖത്തിന് മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറൊരു അസുഖം വരും. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു, പതുക്കെ രോഗികളായിട്ട് മാറുന്നു. ശരിക്കും ഓരോ ഡോക്ടറും ഇവിടെ ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കുമ്പോൾ മാനസിക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ആ ലെവലിലേക്ക് മാറിയാൽ മാത്രമേ അതിനുള്ളൊരു സൊല്യൂഷൻ ആവുന്നുള്ളൂ. നമ്മൾ പറയാറില്ലേ ഡോക്ടർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടു ഗോഡ് എന്ന് പറയാറില്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഡോക്ടറായിരുന്ന ആൾ. ആ ഡോക്ടർ സാധാരണ ഒരു ഫിസീഷ്യനാണ്. പക്ഷേ ഡോക്ടറെ അടുത്ത് പോയാൽ ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളും ആൾക്ക് മാറും. കാരണം വെച്ചാൽ ഡോക്ടർ നോക്കുക അങ്ങനെയാണ്. എന്തൊരു സ്നേഹമാണെന്നറിയോ. എൻ്റെ അമ്മ ചെന്ന് എന്താ രാധേച്ചിയെ എന്നൊക്കെ ചോദിച്ച് എന്താ വിശേഷം, മോനിപ്പോൾ എന്താ ചെയ്യണം, മോളിപ്പോൾ എന്താ ചെയ്യണം, ഈ ഒന്ന് സ്റ്റെതസ്കോപ്പ് വയ്ക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വിശേഷമൊക്കെ പറയും. എന്നിട്ട് പിന്നെ അത് മതി കേട്ടോ, അത് സാരമില്ല, ഇപ്പം ശരിയാവും. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ താങ്ങിക്കൊണ്ടുപോയ പേഷ്യൻ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നടന്നു വരുന്നുണ്ടായിരിക്കും. അത് ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും സ്വന്തമാക്കേണ്ട ഒരു കലയാണിത്. ഒരു പേഷ്യൻ്റ് എൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് അവരൊരു ബോഡി മാത്രമല്ലല്ലോ, അവർക്ക് അതിനൊരു മനസ്സുണ്ട്.
അപ്പം അതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ മെഡിസിൻ കൊടുക്കുമ്പോൾ ഒപ്പം ഒരു മനസ്സിന് കൂടി ഒരു 2 വാക്ക് എന്ന് കരുതി എല്ലാവരുടെ വിശേഷം ചോദിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. കാലം മാറി, പേഷ്യൻസ് എത്രയായിരിക്കും, ഡോക്ടർമാർ പാവങ്ങൾ 1 മണി വരെയൊക്കെ ഇരുന്ന് ചികിത്സിക്കുന്ന അവസ്ഥ നമ്മൾ കാണും. പക്ഷെ ഞാൻ ആ കൈ വയ്ക്കുന്ന ഒരു മൊമെൻറ്റിൽ, അവരെ നോക്കുന്ന 1 സെക്കൻഡിൽ, അവരെ കാര്യം കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ നമ്മുടെ കണ്ണുകൾ നിറതായിട്ടുള്ള സ്നേഹത്തിൻ്റെ വാത്സല്യം, അല്ലെങ്കിൽ ആ ഒരു സഹാനുഭൂതിയുടെ ഒരു ഭാവന, ഒരു സ്നേഹസ്പർശം, അതൊരു മാന്ത്രിക സ്പർശമായിരിക്കും. അതുകൊണ്ട് ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ ഈ മാന്ത്രിക സ്പർശം ആ ഡോക്ടറുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി ഒരു മെഡിസിനും കൊടുക്കാതെ 2 വിറ്റാമിൻ ഗുളിക കൊടുത്തിട്ട് അത് ഓക്കെ ആവും എന്ന് പറഞ്ഞാലും പേഷ്യൻ്റ് ഓക്കെ ആവും. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഏറ്റവും ആവശ്യം വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ഡോക്ടർ അത് ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ചെറിയ മരുന്നുകൾ കൊണ്ട് വലിയ രോഗങ്ങൾ വരെ ഡോക്ടർമാർക്ക് മാറ്റാൻ പറ്റും. അതേസമയം ഡോക്ടർ സ്വയം ഞാൻ തിരക്കിലാണ്, പേഷ്യൻസിൻ്റെ ക്യൂ നിൽക്കുകയാണ്, നിങ്ങൾക്ക് കാണുന്നില്ലേ, പറഞ്ഞേക്കോ, ആ മരുന്ന് പറയുന്ന കേൾക്കുന്ന കഴിച്ചോളൂ കേട്ടോ എന്ന് കൊണ്ടുപോകുന്ന ഡോക്ടറാണെങ്കിൽ ആ പേഷ്യൻസിൻ്റെ രോഗം മാറാൻ സമയമെടുക്കും. കാരണം മനസ്സിലവർക്ക് സാറ്റിസ്ഫാക്ഷൻ പോലും ഇല്ല, എൻ്റെ കാര്യം ശരിക്കും കേട്ടിട്ടും കൂടി ഇല്ല. പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്, ആ ഡോക്ടർ കാര്യം കേട്ടിട്ടും കൂടി ഇല്ല, പറയുമ്പോഴേക്കും ആ മരുന്ന് ഒന്ന് കഴിച്ച് നോക്കാം എന്നാലോചിച്ച് നോക്കൂ. അവിടെ വിശ്വാസം എന്നൊരു സാധനം കൊണ്ട് വളരെ വേഗത്തിൽ എഫക്റ്റ് ചെയ്യുമെങ്കിൽ ഇത് അവരുടെ മനസ്സിന് സുഖപ്പെടുത്തലാണ്. അത് മനസ്സിന് സുഖപ്പെടുത്തലില്ല, അതുകൊണ്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ മെഡിസിൻ കൊണ്ട് രോഗം മാറ്റാനായിട്ട് വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് സാധിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അതൊരു സേവനമാണെന്നും എൻ്റെ സ്നേഹമാണ് അവരുടെ ഏറ്റവും വലിയ മരുന്നെന്നും എൻ്റെ സാന്ത്വനത്തിൻ്റെ സ്പർശമാണ് ആ പേഷ്യൻ്റിനുള്ളതായിട്ടുള്ള മാന്ത്രിക സ്പർശമെന്നും ഒരു ഡോക്ടർ മനസ്സിലാക്കി ചികിത്സിക്കുകയാണെങ്കിൽ രോഗികൾ വളരെ വേഗം കുറയും. രോഗികൾ ഡോക്ടർമാരുടെ അടുത്ത് ഒരിക്കലേ പോണ്ടി വരില്ല, വീണ്ടും പോണ്ടി വരില്ല. തീർച്ചയായും. അപ്പോൾ ഈ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ സ്ട്രെസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്നു. ഒരുപാട് രോഗങ്ങൾ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരുപാട് പറയാനുണ്ട്. അതായത് ഓൾമോസ്റ്റ് രോഗങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെയാണ്. 95% രോഗങ്ങളുടെയും കാരണം മനസ്സാണ്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായും സൈക്കോളജി ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നമ്മുടെ അടുത്ത് അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് ലോകത്തിൽ സിസ്റ്ററൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ നമ്മൾ കുറച്ച് മാത്രം കാണപ്പെടുന്ന ചില മാർഗ്ഗങ്ങളായിരിക്കും അത്, അല്ലേ സിസ്റ്റർ? ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ വളരെ എല്ലാവരും ചെയ്യുന്നതായി തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിപുരാതന കാലം തൊട്ട് തന്നെ നമ്മുടെ ഭാരതത്തിലും ലോകത്തിൻ്റെ പലയിടത്തും ഈ ചികിത്സാ വിധികളിലൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഒരു സുഖപ്പെടുത്തലൊരു രീതി കൂടി ഉണ്ടായിരുന്നു. കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ, കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറയും പോലെ ഇതൊരു പ്രൊഫഷനായിട്ട്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ഡോക്ടർ ഒരു പ്രൊഫഷൻ. നമ്മൾ പഠിക്കുമ്പോൾ നോക്കിയാൽ മെഡിസിൻ പഠിക്കുകയാണ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് അവനവൻ്റെ ഒരു പദവി എന്നുള്ള നിലയ്ക്ക് അതിനെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയാണ് ഈ മിസ്സിങ് ലിങ്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്, ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടുകയാണ്, പേഷ്യൻസിന്റെ എണ്ണം കൂടുകയാണ്, കുറയല്ലേ വേണ്ടേ? എന്തുകൊണ്ട് വിപരീത അനുപാതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു? കാരണം എന്താ വെച്ചാൽ ആ ലിങ്ക് അവിടെ മിസ്സായിരിക്കുന്നു. ആ ലിങ്ക് സ്വന്തമാക്കുക എന്നുള്ളത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വിധിയായിരുന്നു. വീണ്ടും ആ വിധി സ്വന്തമാക്കുക, അതാണ് സിമ്പിളസ്റ്റ് ആയിരിക്കുന്ന മെത്തേഡ്. തീർച്ചയായും വിധി നമുക്ക് പഠിക്കണം, തീർച്ചയായും പഠിക്കണം. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ കഴിയാണ്. തീർച്ചയായും നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ എന്താണ് സൊല്യൂഷൻ, കൃത്യമായ സൊല്യൂഷൻ, ഓരോ വ്യക്തികൾക്കും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ തീർച്ചയായും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് മാനസികമായ ചിന്തകളിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ബാധിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. വളരെ നല്ല രീതിയിൽ സിസ്റ്റർ ഞങ്ങൾക്കത് പറഞ്ഞു തന്നു. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓരോ രോഗത്തിനും മൂലകാരണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തകൾ തന്നെയാണ് എന്നതാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലായ ഒരു അറിവ്. ഈ അറിവിനൊപ്പം ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് കാണാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.